പാലക്കാട് ജില്ലയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റുകളിലെ കള്ള് പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അശാസ്ത്രീയം. ചെക്ക് പോസ്റ്റുകളിൽ നിന്നും ശേഖരിക്കുന്ന കള്ളിന്റെ സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കാൻ ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരുന്നു. കള്ള് പരിശോധനാ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ ഉണ്ടെങ്കിലും ഇവയൊന്നും നടപ്പിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. പാലക്കാട് നിന്നും മറ്റ് ജില്ലകളിലേക്ക് കള്ളുമായി പോകുന്ന വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട പരിശോധനാ കേന്ദ്രം വടക്കഞ്ചേരിയിലെ അണക്കപ്പാറയിലാണ്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെ നിന്നും കള്ളുമായി മറ്റ് ജില്ലകളിലേക്ക് പോകുന്നത്. വടക്കഞ്ചേരിയിലെ അണക്കപ്പാറയിൽ മാത്രമല്ല, പാലക്കാട് പറളിയിലും കള്ള് പരിശോധനയ്ക്കായി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പാലക്കാട് നിന്നും മറ്റ് ജില്ലകളിലേക്ക് പോകുന്ന കള്ളിന്റെ പരിശോധന ഇവിടെയാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. അനുവദിച്ചതിലും അധികം കള്ള് കൊണ്ടുപോകുന്നുണ്ടോ എന്നതിനാണ് ആദ്യത്തെ പരിശോധന. ഇതിനു പുറമെ കൊണ്ടുപോകുന്ന കള്ളിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്നറിയാൻ സാമ്പിൾ ശേഖരിച്ച് രാസപരിശോധന നടത്തും. ചെക്ക് പോസ്റ്റിൽ നിന്നും ശേഖരിക്കുന്ന കള്ളിന്റെ പരിശോധനാ ഫലം വരാൻ ആഴ്ചകൾ കാത്തിരിക്കണം. അപ്പോഴേക്കും കള്ളിന്റെ വിൽപ്പന നടന്നിട്ടുണ്ടാകും. കള്ളിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ വിൽപ്പന മുൻകൂട്ടി തടയാനാകില്ല എന്ന് വ്യക്തം. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയുമില്ലാത്തത് സർക്കാർ ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നില്ല എന്നതിന്റെ തെളിവാണ്. പ്രശ്നപരിഹാരത്തിന് നിരവധി നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുൻപിലുണ്ട്. കള്ള് പരിശോധിക്കുന്ന ചെക്ക് പോസ്റ്റിന് സമീപം ലാബ് സ്ഥാപിക്കുക, അതിവേഗത്തിൽ പരിശോധനാ ഫലം ലഭിക്കുന്ന സംവിധാനങ്ങൾ ലഭ്യമാക്കുക, ഏത് ജില്ലയിലേക്കാണോ കള്ള് പോകുന്നത് ആ ജില്ലയിൽ പരിശോധന നടത്തിയ ശേഷം മാത്രം വിൽപ്പനയ്ക്ക് അനുമതി നൽകുക. എന്നാൽ നിർദ്ദേശങ്ങളെല്ലാം കടലാസിൽ ഉറങ്ങുകയാണ്. പരിശോധനാ പ്രഹസനം തുടരുകയും ചെയ്യുന്നു. തികച്ചും അശാസ്ത്രീയമായ ഈ പരിശോധനാ സംവിധാനത്തിൽ മാറ്റം വേണമെന്ന് ആവശ്യമുയർന്നിട്ട് വർഷങ്ങളായി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതായത്, കള്ളിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിൽപ്പന തടയാൻ ഇപ്പോഴും ഒരു മാർഗവുമില്ല എന്ന് ചുരുക്കം. നല്ല കള്ള് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.